ഇവിടെ ഒരു പെണ്ണ് അവളുടെ മുത്തശ്ശിയുടെ മരണശേഷം വീട്ടിലേക്ക് വന്ന് നോക്കിയാൽ അവിടെയുള്ള എല്ലാവരും കരയാതെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഷോക്കിംഗ് ആയ കാര്യം എന്തെന്നാൽ അതിൽ നല്ല സൗണ്ടിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അവളുടെ അച്ഛനാണ്. അതേ ടൈമിൽ അവളുടെ ആന്റിയും അമ്മയും പുതിയതായി വാങ്ങിയ ജുവൽസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ടതും ഇവൾക്ക് ഇതൊരു മരണ വീട് തന്നെയാണോ എന്ന് ഡൗട്ട് വന്നു. അപ്പൊ പെട്ടെന്ന് അവളുടെ അച്ഛൻ അവളെ വിളിച്ചു. റിലേറ്റീവ്സിന്റെ അടുത്തെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അവർ ഇയാളുടെ അടുത്ത് സന്തോഷത്തോടെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കണ്ട് ഇവൾക്കും ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം മുത്തശ്ശി ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ അവരുടെ അടുത്ത് നല്ല സ്നേഹമായിരുന്നു. ഒരു ചെറിയ വെയിറ്റ് പോലും എടുക്കാൻ സമ്മതിക്കില്ല. സോ അവളും ചേച്ചിയുടെ അടുത്ത് പോയി വലിയവരായാൽ മനസ്സ് കല്ലാകുമോ എന്ന് ചോദിച്ചു. അത് തന്നെ പോയി അമ്മയുടെ അടുത്തും ചോദിച്ചു. അപ്പോഴാണ് അവളുടെ അങ്കിളും ഫ്യൂണറലിന് പോലും വരാതെ നാളെയാണ് വരുന്നതെന്ന് കേട്ടത്. അവള് മുത്തശ്ശിയുടെ അടുത്തും ആർക്കും സ്നേഹമില്ലെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അടുത്ത ദിവസം ഗസ്റ്റ് എല്ലാം പോയതും ഇവളുടെ അച്ഛനും വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അങ്ങനെയെങ്കിൽ അച്ഛനൊന്ന് കരഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ അവളുടെ ആന്റി ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തു. പെട്ടെന്ന് അയാളുടെ മുഖം തന്നെ ചേഞ്ചായി. കൂടാതെ ഫുഡ് വരെ മോശമാണെന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അത് അന്ന് രാത്രി ഗസ്റ്റിന്റെ കൂടെ ഇരുന്ന് കുടിച്ചിട്ട് അവരുടെ കൂടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ടിട്ട് അവൾക്ക് ദേഷ്യം കൂടി വന്നു. അതിനുശേഷം ഗസ്റ്റ് എല്ലാം പോയതും അച്ഛൻ 2 ദിവസമായിട്ട് ഉറക്കം പോലും ഇല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് അവൾക്കും പാവം തോന്നിയിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു പോയാൽ ഉടനെ അയാളും ഫോഴ്സ് ചെയ്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് മരണസമയത്ത് എത്താൻ പറ്റാതിരുന്ന അവളുടെ അങ്കിളും അങ്ങോട്ട് വന്നു. അവനെ കണ്ടതും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാണ് ആ പെണ്ണിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. വലിയവർക്ക് ഫീലിങ്സ് എന്ന സാധനം ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ കഷ്ടത്തെ പുറത്ത് കാണിക്കാതിരിക്കാൻ ശീലിച്ചിരുന്നു. അവര് സ്ട്രോങ് ആയിരുന്നില്ലെങ്കിൽ അവരുടെ ഫുൾ ഫാമിലിയും ഈ മരണം താങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയിരുന്നു.